വൈദ്യരെ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വൈദ്യരുടെ രണ്ടാമത്തെ പടത്തിന്റെ പോസ്റ്റർ വൈദ്യറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ പ്രിയ മമ്മൂക്ക ഇന്ന് 7 മണിക്ക് ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ ഈ കൂടോത്രം എന്നുള്ള ഒരു ഡിഫറെന്റ് പേരാണ്. ആ പേരിലേക്ക് എത്തിയത് കൂടോത്രം അതിന്റെ സബ്ജക്റ്റിന് പറ്റിയ ഒരു കണക്റ്റഡ് ആവുന്ന ഒരു പേരാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാല് കൂടോത്രം എന്ന് പറയാത്ത മലയാളികളില്ല. അതെ, വിശ്വാസവും അന്ധവിശ്വാസത്തിന്റെയും തമ്മിൽ ഇടയിലുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സബ്ജക്റ്റുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വേണോ വേണ്ടിയോ അത് വീണ്ടും 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 അങ്ങനെ ഉണ്ടായി വന്നൊരു സിനിമയാണ്. അതിന്റെ തുടക്കം മുതൽ ഇതില് 101% എനിക്ക് വിശ്വാസമുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇതിലൊരു പോസിറ്റീവ് എനർജി എന്നോടൊപ്പം ഉണ്ട്. ഇന്ന് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഫൈറ്റാണ് അല്ലേ. അപ്പൊ ഒരു പോസിറ്റീവ് എനർജി എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്പൊ ഇന്ന് ഷൂട്ടിംഗ് 17ാമത്തെ ദിവസമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മീഡിയാസും എന്റെ ലോഞ്ചിന് ഉണ്ടായിരുന്നു. 17ാമത്തെ ദിവസത്തെ ഷൂട്ടിന്റെ ദിവസം ഇന്ന് ഫൈറ്റ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്തു. മാസ്റ്ററിനെ ഞാൻ ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് പോന്നു. 6 മണിക്ക് പാക്കപ്പ് ആയി. ഞാൻ ചെയ്യുന്ന ഈ സിനിമ എൻ്റെ ആദ്യ സിനിമ മമ്മൂക്ക ആയിരുന്നില്ല. മമ്മൂക്കയോട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇത് എൻ്റെ ഫസ്റ്റ് പടം, സെക്കൻഡ് പടം, ഇത് ഫസ്റ്റ് പടം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കൂടോത്രം ലോഞ്ച് ചെയ്തതാണ്. മമ്മൂക്കേനെ ലോഞ്ച് ചെയ്ത് 7 മണിക്ക്. പിന്നെ അടുത്തത് എനിക്ക് എൻ്റെ മകളുടെ കല്യാണം നടന്ന ഈ സെന്റ് സെബാസ്റ്റ്യൻ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാമും ഇങ്ങനെ ഒരു ലോഞ്ചും ചെയ്യാൻ കിട്ടിയത് സെബാസ്റ്റ്യാൻസ് പുണ്യാളന്റെ മധ്യസ്ഥവും ഈശോയുടെ ആഗ്രഹവും കണ്ട ബ്ലസ്സിംഗ് ആണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ലോഞ്ച് ചെയ്തത് കൂടോത്രം എന്ന സിനിമ ലോഞ്ച് ചെയ്തത് ഇവിടുത്തെ വൈദികരും സിസ്റ്റേഴ്സും അങ്ങനെ എല്ലാവരും കലാകാരന്മാരും എല്ലാവരും ചേർന്നിട്ടാണ്. അതും ദൈവനിശ്ചയാണ്. വലിയൊരു സാന്നിധ്യം, എല്ലാവരും ഒരു പ്രാർത്ഥന. അത് കടലിന്റെ മക്കളെന്ന് വിശ്വസിക്കുന്ന അർത്തുങ്കൽ പള്ളി ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ നമ്മുടെ കടലിന്റെ മക്കൾ എന്ന് പറയുന്നത് അത്രയും നിഷ്കളങ്കരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഇത് ലോഞ്ച് ചെയ്തു. സിനിമയുടെ ഇതൊരു കോമഡി ജോണറാണോ? ഇതിനകത്ത് കോമഡി ജോണറാണോ എന്ന് ചോദിച്ചാൽ, സിനിമയെ സംബന്ധിച്ച് കാണുമ്പോൾ കോമഡി വേണം, അതിന് സസ്പെൻസ് ഉണ്ടാവണം, അവര് ഉദ്ദേശിക്കുന്നതിലേക്കാൾ അപ്പുറം ട്വിസ്റ്റ് ഉണ്ടാവണം അല്ലെ, കുറച്ച് ചിന്തിക്കണം, പേടിക്കണം, ഇങ്ങനെയുള്ള എൻറ്റയർ എല്ലാ സംഭവങ്ങളും ഒത്തു വന്ന ഒരു സിനിമയാണിത്. നമ്മൾ റിലീസിംഗ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ള മാർച്ചാണ്, എൻഡിലേക്കാണ് പടം റിലീസിലോട്ട് പോകുന്നത്. അതിന്റെ കാര്യങ്ങൾ പോകുന്നു. ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഇത് നമ്മൾ ഷൂട്ട് തീർന്നാൽ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് തുടങ്ങി വെച്ചാണ് ഈ സിനിമ നമ്മൾ നിർത്തുന്നത്. ഇത് എൻ്റെ എനിക്ക് തോന്നുന്നു ഏകദേശം 32ഓളം ആർട്ടിസ്റ്റുകൾ, മലയാള സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് പറയാം, സസ്പെൻസ് ആണ്. അത് ദുൽഖറിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വേണമെങ്കിൽ കൂടെ പറയാം. ഈ ഒരു പേര് മമ്മൂക്ക കേട്ടപ്പോഴത്തേക്ക് എന്തായിരുന്നു പുള്ളി അറിയാലോ, പുള്ളിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കാര്യം ആദ്യ സിനിമ ചെയ്തപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഡയറക്ഷൻ പരിപാടി. നല്ല ഒരുപാട് സിനിമകൾ, അതായത് ആമീൻ എന്ന് പറയുന്ന സിനിമ പോലും വലിയ ക്യാരക്ടർ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് പോകുന്നത്. പക്ഷെ അതൊരു പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു, ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ 10 വർഷത്തെ ഒരു പഠനം അതിനുശേഷം ഇങ്ങനെ ഒരു തോൽവി ഉണ്ടായി എന്നല്ലെങ്കിൽ അതിന്റെ ഒരു പഠനമാണ് ഒരു വിജയത്തിലേക്കുള്ള ഒരു കയറ്റമായിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ ഉറപ്പായതുണ്ട്. പിന്നെ സപ്പോർട്ടുണ്ട്, എല്ലാവരും സ്നേഹമുണ്ട്. റിയൽ ടൈമിൽ നമുക്ക് ചെയ്യാം. അത് ദൈവത്തിനോട് ഒരു സപ്പോർട്ടും, ഒരു പോസിറ്റീവ് വൈവിന്റെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലേക്ക് എത്തും. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമായിരുന്നു 2024 മകളുടെ കല്യാണം, ഈ സിനിമയുടെ തുടക്കം, അതുപോലെ സങ്കടം, എൻ്റെ അനുജന്റെ മരണം. അതെല്ലാം സങ്കടവും സന്തോഷവും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ വലിയ വിജയമാക്കി തരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ്. വലിയ സിനിമകളുടെ കൂട്ടത്തിൽ കൂട്ടരുതും. ഒരു ചെറിയ സിനിമ, അത് എൻ്റെ പ്രേക്ഷകരെ, എന്നെ ഇഷ്ടപ്പെടുന്നവരെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സപ്പോർട്ട്, പോസിറ്റീവ് വൈബിന്റെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൊച്ചു സിനിമ വലിയ സിനിമയിലേക്ക് എത്തുമെന്നുള്ളതിന്റെ ആ കോൺഫിഡൻസിലേക്കാണ് പോകുന്നത്. ഒരു കുടുംബ പ്രേക്ഷകരെ കണ്ടുകൊണ്ട്, എല്ലാത്തരം പ്രേക്ഷകരെയും കണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും 100%. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രേക്ഷകർ എന്നുള്ള എൻ്റെ ആൾക്കാര് സിനിമ തിയേറ്ററിൽ വരണം. അല്ലാതെ നമ്മൾ കുടുംബ പ്രേക്ഷകർ ഒരു യൂത്തിന്റെ കാര്യം അങ്ങനെയില്ല. അതൊരു കംപ്ലീറ്റ് എല്ലാവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. മേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഗംഭീര ടെക്നീഷ്യൻസ് കൂടെ ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ കുറെ VFXകളുണ്ട്, സെറ്റുകളുണ്ട്, എല്ലാം ചേർത്ത് നല്ല പാട്ടുകൾ. ഗോപി സുന്ദരയാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
സന്തോഷ് കെ ചാക്കോച്ചൻ അതിൻ്റെ റൈറ്റർ, പിന്നെ അങ്ങനെ എൻ്റെ ടീം, എൻ്റെ ഒരു അടിപൊളി പാക്കാണ്. എൻ്റെ പ്രൊഡ്യൂസറായിട്ട് തന്നെ കൂടെയുള്ളത് എൻ്റെ പാർട്ട്ണറായിട്ടുള്ള സിജി കെ നായരാണ്. സഞ്ജു പ്രൊഡക്ഷൻസും ദേവദയം പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഫുള്ള് ഷൂട്ട് ഇടുക്കി തന്നെ. 17 ദിവസമായി, ഇന്ന് 17ാമത്തെ ദിവസം ഫുള്ള് സിനിമയും നമ്മൾ ഇടുക്കിയിൽ തന്നെയാണ്. ഇടുക്കിയിൽ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് അവിടെ അത്രയും ഇടുക്കിയിൽ നിഷ്കളങ്കരായിട്ടുള്ള ഒരാൾക്കാരിൽ നിന്ന് കടപ്പുറമായ അർത്തുങ്കലിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തി ഈ സിനിമ ഇന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വലിയൊരു മൊമെന്റിലാണ് നിൽക്കുന്നത്. സന്തോഷം. ഈ ഒരു കൊച്ചു സിനിമ വലിയ സിനിമ ആക്കണോ, കൊച്ചു സിനിമ ആക്കണോ, എങ്ങനെ ആക്കണമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതെനിക്കൊരു പ്രതീക്ഷയുണ്ട്. സപ്പോർട്ട് ചെയ്യണം. മാർച്ചില് റിലീസ് എന്ന് പറഞ്ഞില്ലേ, മാർച്ചില് ക്ലാഷ് ഉണ്ടാവും. മാർച്ചിലൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം അറിയാലോ ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു വലിയ സിനിമ വരുമ്പോൾ ഒരു ചെറിയ സിനിമയ്ക്ക് അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഒരു വലിയ സിനിമയോടൊപ്പം ഒരു ചെറിയ സിനിമ, എനിക്ക് അതിൻ്റെ തിയേറ്റർ നിറഞ്ഞു കയറി വരുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാർ കിട്ടിയാൽ ഞാൻ അതിൽ നിന്ന് ഇതാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ നല്ല വലുതും ചെറുതും എന്നൊക്കെയുള്ള ഒരു സിനിമയൊന്നുമില്ല. നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അതാര് ചെയ്തു എന്നുള്ളതല്ല ഇന്ന് പ്രേക്ഷകരെടുക്കുന്നത്, അല്ലേ? നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് സിനിമയും തീർച്ചയായിട്ടും അത് ആൾക്കാരെ കയ്യിലെടുക്കും. ചേട്ടൻ മമ്മൂട്ടിയുടെ വലിയൊരു ആരാധകനാണ്. പക്ഷെ മമ്മൂക്കായെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് വല്ല പ്ലാൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ മമ്മൂക്കേനെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നൊരു പ്രത്യേകമുള്ള ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം നമുക്ക് വേണ്ട എന്ന് പറയുള്ളൂ. അത് ഡേറ്റ് തരാത്തോണ്ടല്ല, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് മമ്മൂക്കേനെ വെച്ചൊരു പടം ചെയ്യണം എന്നുള്ളത്. സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ റിയൽ ആയിട്ടുള്ള സുന്ദരപുരുഷനെ ആയിരുന്നു എൻ്റെ മമ്മൂക്ക. ഞാൻ ചെയ്യും മമ്മൂക്കേനെ വെച്ചിട്ടൊരു സിനിമ ഉറപ്പായിട്ടും. അതൊരു ദൈവനിശ്ചയമാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സിനിമ ഞാൻ മമ്മൂക്കേനെ വെച്ച് ചെയ്യും ഉറപ്പായിട്ടും. ഈ ഒട്ടുമിക്ക പുതിയ സിനിമകൾ എടുക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഡാർക്ക് ഹ്യൂമറും ആക്ഷനും എസ്പെഷ്യലി വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്. ഈ ഒരു മൂവി ഇപ്പൊ കൂടോത്രം കേൾക്കുമ്പോൾ അത്ര ഡാർക്ക് ഹ്യൂമറിന്റെ ഒരു പ്ലോട്ട് ഉൾനിൽക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം ഡാർക്ക് ഹ്യൂമേഴ്സ് ഇപ്പോഴും രണ്ട് സിനിമകളും നമ്മൾ വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമ നന്നായിട്ട് വിജയിച്ചു. ഈ ഒരു സിനിമ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടോത്രത്തിന്റെ എന്തെങ്കിലും പ്ലോട്ട് ഉണ്ടാവും, പക്ഷെ അത് ഡാർക്ക് ഹ്യൂമറിൽ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് തീർച്ചയായിട്ടും ഇതൊരു മിത്ത് കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തരം പ്രേക്ഷകർക്കും അത് 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 100% ഇത് തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാത്തരം എലമെന്റ്സും ഈ സിനിമയിൽ വേണം. അങ്ങനെ എല്ലാത്തരം എലമെന്റ്സും അത് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റിൽ, അതായത് സബ്ജക്റ്റിൽ വരികയും അത് കറക്റ്റായിട്ട് നമ്മൾ മേക്ക് ചെയ്യുകയും ചെയ്താൽ ഉറപ്പായിട്ടും അതൊരു നല്ല സിനിമയായിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു ബഡ്ജറ്റിലെ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്തില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ള ആർട്ടിസ്റ്റുകളടക്കം, സിനിമയ്ക്ക് ആവശ്യമുള്ള ടെക്നീഷ്യൻസ് അടക്കം, സിനിമയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിനകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ സിനിമ നല്ലതായാൽ, കണ്ടന്റ് നല്ലതായാൽ ഇന്ന് ഏത് സിനിമയും വിജയിക്കുന്ന ഇതുണ്ട്. മലയാളമാവട്ടെ, തമിഴാവട്ടെ, തെലുങ്കാവട്ടെ, ലോക സിനിമകളാവട്ടെ, കണ്ടന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റാണ് ഹീറോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നെ കൊണ്ട് പറഞ്ഞു, ഞാനൊരു വലിയ ഡയറക്ടറോ അല്ലെങ്കിൽ അങ്ങനെ, പക്ഷെ എൻ്റെ ഒരു 36 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതുണ്ട്. ആ എക്സ്പീരിയൻസ് മാറ്റി വെച്ചാൽ പോലും നമ്മൾക്ക് കറക്റ്റായിട്ട് എനിക്ക് തരുന്ന ഒരു സാധനം നീ അങ്ങനെ ചെയ്യുന്നത് തോന്നിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു വലിയ അദൃശ്യ ശക്തി, ഒരു പോസിറ്റീവ് അദൃശ്യ ശക്തി എന്നോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും ഈ നടന്ന ഇതുപോലെ തുടക്കം പോലും ഇത്രയും ദിവസം അത്രയും ഒരു റിസ്ക്കുള്ള ഏരിയയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതുവരെ ആപത്തും കാര്യങ്ങളൊന്നും കൊണ്ടുവരാണ്ട് ഇപ്പോൾ ദൈവം ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. അത്രയും ഇടുക്കിയിലുള്ള ഇതുവരെ സിനിമ ക്യാമറ കണ്ണ് കാണാത്ത അത്രയും ലൊക്കേഷനുകളിൽ ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1 കിലോമീറ്റർ താഴെ ഇറങ്ങിയപ്പോയത് ഞാൻ ഇറങ്ങി പിടിച്ചൊരു 3-4 പേര്, അങ്ങനെ എല്ലാവരെയും പിടിച്ചിറക്കി. ഞാൻ 100% ഞാൻ ഓർത്തു, ദൈവമേ എനിക്കൊരു എങ്ങനെ മേളിലെത്താൻ പറ്റും. പക്ഷെ അവിടെയും നിന്നെ പിടിച്ചെത്തുന്ന ഒരു ശക്തി, അങ്ങനെ ആ ഒരു ശക്തി എന്നോടൊപ്പം എൻ്റെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. ആ ശക്തി എന്നുള്ള ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തീർച്ചയായിട്ടും സിനിമയ്ക്കുണ്ട്. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തമ്മിലുള്ള അതാണ് ഈ സിനിമ. ചേട്ടൻ പറഞ്ഞ ഈ ചെറിയൊരു സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടുക്കിയിലല്ലാതെ അടുത്ത ലൊക്കേഷൻ എവിടെ? ഫുൾ ഇടുക്കി ജില്ലയിലാണ്. ഇതിനകത്ത്
ഈ ഒരു പ്ലോട്ട്, അതായത് ഈ ഒരു കഥ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ടെറൈനിൽ വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ സഞ്ചരിച്ചാലും ഇടുക്കിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ എന്നും പലരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ട്രാവൽ ടീം. എന്നാൽ പോലും അങ്ങനെ കണ്ടെത്താത്ത ഏരിയയിൽ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആഫ്റ്റർ റിലീസിന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയും എഫർട്ട് സിനിമയിലുണ്ടാകട്ടെ. തീർച്ചയായിട്ടും. ഒരു വിജയമാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.